വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2024 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നലെ കിട്ട വീഡിയോ 2023 ലാസ്റ്റ് ദിവസത്തെ വീഡിയോ ആയിരുന്നു. 2024 നമ്മളൊരു പുതിയ വീഡിയോ ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഒരു 2024 ആദ്യത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ആദ്യത്തെ. കുഞ്ഞാ 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 ഗുഡ് മോർണിംഗ് പറ ഗുഡ് മോർണിംഗ് പറ. കുക്കുമനെ കുണുക്കുമനെ പനിയൊക്കെ വന്നിട്ട് ഭയങ്കര ക്ഷീണമായിട്ടാ. ഭക്ഷണമൊന്നും തീരെ കഴിക്കുന്നത് ഭയങ്കര ക്ഷീണം. ഫേസൊക്കെ കുഞ്ഞതായി അല്ലേ? നിങ്ങൾ ദോശയൊക്കെ ഉണ്ടാക്കി രണ്ടെണ്ണം തിന്നണല്ലോ. അന്നേരം ഒരെണ്ണം കഴിച്ച് കുളിക്കേ. എൻ്റെ മോളുടെ കണ്ണമ്മ ചക്കമ്മ അമ്മയുടെ തക്കമ്മ അമ്മയുടെ തക്കമ്മ. ഗുഡ് മോർണിംഗ് തക്കമ്മ. തക്കമ്മ ഗുഡ് മോർണിംഗ്. ഷർട്ട് ഇട്ടിട്ടേ വരുന്നുണ്ട് ഓടിയാണ്. ശരീരക്കാരെ ഇടിച്ചു പിഴിഞ്ഞാൽ മതി. വേദനകൾ വയസ്സായി എൻ്റെ ആവൂല്ലേ. കുഞ്ഞുമണി വാ. എൻ്റെ ആടാ കുഞ്ഞുമണി ഇടയ്ക്കേലും മൂത്രമൊഴിക്കണ്ട. വാ മോനാ കുണുക്ക മോനാ അടവത്തെ. അപ്പൊ എന്തായാലും ദോശ മാവ് ഫ്രിഡ്ജിലിരിക്കുന്നത് അത് നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഒരു പുതിയ ദോശയാണ് കേട്ടോ നിങ്ങൾക്കായിട്ടാണെങ്കിൽ. ഇത് സാധനം നമ്മുടെ ദോശമാവ് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാട്ടോ. അരച്ച് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്ന മാവ് എന്താ വെച്ചാൽ ഇന്നലെ രാവിലെ അരച്ചിട്ട് ഞാൻ രാത്രി ആകുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ദോശ ഉണ്ടാക്കി കുറച്ച് മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അപ്പം എന്നൊരു പുതിയ ദോശ ഉണ്ടാക്കി അരച്ചുതരാം. നമ്മുടെ സാമ്പാറൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാ. ചക്കമ്മ ചക്കമ്മ എല്ലാവർക്കും ചക്കമ്മേനെ ഇഷ്ടം പറഞ്ഞു. നല്ല ഭംഗിയല്ല കുട്ടികൾക്ക്. നോക്കട്ടമ്മ മുഖം നോക്കട്ടമ്മ. സുന്ദരി സുന്ദരിയേവാ. എന്റെ വയറ്റിനുള്ളിൽ നോക്കട്ടെ. കുഞ്ഞിപ്പെണ്ണെ കുഞ്ഞിപ്പെണ്ണെ വാടാ. തുന്തിരിയാല അമ്മയുടെ മോള്. ഇന്നലെ ആരും മുടിയേറ്റേന്ന് ഇങ്ങനെ ആരും മുടിയേറ്റ്. എൻ്റെ മുന്നേ കഴിഞ്ഞ് എൻ്റെ കണ്ണിന്ന് വെള്ളം വന്നിക്കുന്ന നമ്മുടെ മുന്നിൻ്റെ എൻ്റെ ഉണ്ടായി. എന്റെ അടുത്ത് വന്ന് കിടന്ന് ഞാൻ എടുത്തേക്കാം. നോട്ടെ നോട്ടെ പിന്നെ അഞ്ചുവിനെ സ്വപ്നം കണ്ടിട്ട് 2 തവണ ഇട്ടിട്ട് എന്തൊക്കെ പറഞ്ഞായിരുന്നു. എന്താ പറഞ്ഞു കൊടുത്ത? എന്താ പറഞ്ഞു ഞോണി? ഞോണി അപ്പൊ ഞാൻ കെട്ടി വിട്ടോളൂ. അപ്പൊ എന്തത് അൻ്റെ രാവിലെ തന്നെ എന്താ പ്രശ്നം? എന്ത് പറ്റിയേ?
ഇടത്തോട്ട എനിക്ക് വലത്തോട്ട എനിക്ക് എടംബിരിയ വലംബിരിയ പിന്നെ അമ്മയുടെ കുട്ടി അവളെ അമ്മേനായിട്ട് പിടിക്കാറ്റുണ്ട് അത് പിടിച്ചേ നോക്കട്ടെ ഇവിടെ പിടിച്ച് അമ്മേനായിട്ട് പിടിക്കും നോക്കട്ടെ ഇപ്പൊ രാത്രി ഫുള്ള് എന്റെ അടുത്ത് ഇന്നെ കട്ടി പിടിച്ച് കിട്ടി രാവിലെ ഇപ്പൊ നീ കാല് മാറി അല്ലേ ശരിയാക്കിയ എന്റെ മോൻ എന്റെ സെറ്റ് കേട്ടാ എന്റെ സെറ്റ് ഇല്ലല്ലോ എന്റെ സെറ്റ് ഉണ്ടാ ഇല്ല നോപ്പടാ അല്ല പിന്നെന്താ പറയാ നോപ്പടല്ലാണ്ട് വേറെ എന്താ പറയാ അയ്യോ 3-ാം തീയതി ഇന്ന് 3-ാം തീയതിയാ ഇല്ല പിന്നെ അപ്പടെ പങ്കില്ല ഓക്കെ രാത്രി ഫുള്ള് എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കരുത് കേട്ടോ പുലർച്ചെ നേരെ വെളുത്തു ആളറിഞ്ഞില്ല ചിലപ്പോൾ ഫോണിൽ ചിലർന്നറിഞ്ഞു നേരത്തെ പിന്നെ തപ്പിട്ട് കാണാൻ പിന്നെ അടുത്തേക്ക് വന്നു അത് വെച്ച് ഞാൻ വേറെ എവിടെ ഇല്ല കേട്ടോ കുണുക്കൻ്റെ തൊട്ടപ്പുറത്ത് അതായത് അന്വേട്ടെ കുണുക്ക് ഞാൻ അപ്പോൾ കുണുക്കൻ്റെ അപ്പുറത്തൂടെ വന്ന് എൻ്റെ അപ്പുറത്തൂടെ വന്നിട്ട് ഇപ്പുറത്തേക്ക് വന്നു അല്ലേ അമ്മനെ പല്ല് തേക്കട്ടെ ഒരു ഉമ്മത്താട മുന്നാ എന്ത് പറ്റിയിപ്പോ അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ല മോനെ എന്ത് പണങ്ങാണ്ടായി കുടിക്കപ്പെണ്ണേ എന്ത് പണങ്ങാണ്ടായി ഒരു അടിപൊളി ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ ഇതിൽ അത് നല്ല ടേസ്റ്റായിട്ട് ദോശ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനം ഇടാം അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരുള്ള കാരണം കുറച്ച് കൂടുതൽ ഞാൻ സാധനം എടുക്കണം അപ്പോൾ 2 സബോള എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളിയൊക്കെ അത്യാവശ്യം നേരെ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വലിയ 2 സബോള ഒരു 4 നല്ല പഴുത്ത തക്കാളി ഇട്ടാം ഒരു 4 ആൾ ഫാമിലിക്കൊക്കെ ഒരു 3 തക്കാളിയൊക്കെ മതിയാവും എന്നാലും 4 പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് 4 പീസാക്കിയിട്ടിടുക അങ്ങനെ സബോളയൊക്കെ 4 പീസായിട്ടൊന്ന് നന്നാക്കിയിട്ടാ കേട്ടോ മിക്സിയുടെ ജാറിലേക്ക് കണ്ട ജസ്റ്റ് ഒന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പകുതി ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് എന്താണെന്നു സാമ്പാർക്കായി ഇതിൽ മുഴുവൻ മുളക് കണ്ടോ നമ്മൾ മുഴുവൻ മുളകില്ലേ വറ്റൽമുളക് അത് കുറച്ച് നന്നായി കഴുകിയിട്ട് നമുക്കൊരു 5-8 ഇട്ട് കൊടുക്കാം കേട്ടോ അതിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള തരി ഉപ്പ് കുറച്ച് ഉപ്പ് മതി എന്താ വെച്ചാൽ ഓൾറെഡി ദോശമാർ ഉപ്പുണ്ടാവും അതില്ലെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർക്കുക പിന്നെ സാമ്പാർ കായത്തിൻ്റെ പൊടി സാമ്പാർ കായത്തിൻ്റെ പൊടി പിന്നെ ഒരു 5-10 വെളുത്തുള്ളി ഇട്ടാ ഇതാണ് നമ്മൾ ഈ മസാലയുടെ അരപ്പ് കേട്ടോ അപ്പോൾ ഇത് നന്നായി അരച്ച് നല്ല ചാന്ത് പോലെ അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ദോശമാവ് ഒഴിക്കുക കേട്ടോ നമുക്ക് എത്രയ്ക്ക് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ദോശമാവ് ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ അത്യാവശ്യം ഒരു 6-7 പേരുള്ള കാരണം ഞങ്ങൾ ആ മാവ് എല്ലാം എടുത്തോളൂ പിന്നെ അതിലേക്ക് കായപ്പൊടി കുറച്ചുകൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടി കായത്തിൻ്റെ ഒരു മണം വേണ്ടിയിട്ട് കുറച്ചുകൂടി കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദോശ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഈ ദോശയ്ക്ക് സത്യം പറഞ്ഞാൽ വേറെ കറികളോ ഒന്നും ആവശ്യമില്ല ഇതിലേക്ക് ഒരു ചമ്മന്തി കൂടി ഉണ്ടാവും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കേട്ടോ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കുക പക്ഷേ അതാണ് അതിൻ്റെ ടേസ്റ്റ് മല്ലിയില കുറച്ച് കറിവേപ്പില അത് നന്നായി കുനുകുന്ന് അരി കേട്ടോ അതൊക്കെ അതിലേക്ക് പോകുമ്പോൾ നമുക്ക് ദോശയിൽ അറിയില്ല അതൊക്കെ മുരിഞ്ഞിട്ടാണ് വരിക ഇതെടുത്ത് കളയാനൊന്നും പറ്റില്ല അത് അതിൻ്റേതായ ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ അത് നന്നായി ഇളക്കി മാവ് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടോർക്കനെ അപ്പം ഉണ്ടാക്കി കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ അതിലേക്കൊരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഒരു 10-20 വറ്റൽമുളക് കേട്ടോ നമുക്ക് ചമ്മന്തി എത്രയ്ക്ക് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് വറ്റൽമുളക് അതിൻ്റെ തൊപ്പ കളഞ്ഞിട്ട് ഇടുക കേട്ടോ എന്നിട്ടത് കുറച്ച് നേരം നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കണം കേട്ടോ ഈ മുളക് ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിരാൻ വെക്കണം അപ്പോൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അത് കുതിരാൻ വെച്ച് പിന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ നമ്മൾ വാളംപുളി ഇല്ലേ ആ വാളംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വാളംപുളി കുറച്ച് ഒരു കുഞ്ഞ് നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം വെളുത്തുള്ളിയാണ് അപ്പോൾ ഒരു ചീനിച്ചട്ടി വെച്ചു അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ അത് നമ്മൾ ഏതോ യൂസ് ചെയ്യുന്ന വെച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഒരു 5-10 വെളുത്തുള്ളി ഇട്ടാൽ അത് വെളുത്തുള്ളി എത്രയാണെങ്കിലും നല്ലതാട്ടോ അതിന് ടേസ്റ്റ് കൂട്ടേ ഉള്ളൂ ആ വെളുത്തുള്ളി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ നന്നായിട്ടത് ഇളക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഗോൾഡൻ നിറമാവണ വരയ്ക്കും ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി അതിങ്ങനെ മൊരിച്ച് ഏകദേശം നമ്മളൊരു ഗോൾഡൻ നിറം അതിന് കേട്ടോ കണ്ട പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു പിന്നെ മുളക് കുതിരട്ടില്ലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഇട്ടു പിന്നെ നമ്മൾ ആ
ആ പുളി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല, കുറച്ച് ഉപ്പ് എന്താ വെച്ചാൽ ഓൾറെഡി ദോശയിൽ ഉപ്പിട്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമില്ല നേരി ഉപ്പ് തന്നെ മതി. പിന്നെ ആ പുളി വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് പേസ്റ്റ് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെളുത്തുള്ളി നേരത്തെ ചൂടാക്കിയ എണ്ണയിൽ അതിലേക്ക് തന്നെ നമ്മൾ ആ ചമ്മന്തി ഇട്ടിട്ട് ജസ്റ്റ് ആ മിളകിൻ്റെ കുത്തൊന്ന് പോകണമായിരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായി തുടച്ചെടുക്കണം കേട്ടോ. ചമ്മന്തി എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് മിക്സിയിൽ ചേർന്ന്, അപ്പോൾ അത് നന്നായി തുടച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ആ ഒരു മിളകിൻ്റെ പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏകദേശം അതൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൈ ഒഴിലാത്തതിന് പൊന്നിനോടാട്ടോ ഒന്ന് ഇളക്കാൻ പറഞ്ഞിട്ട് പൊന്നാണ് കേട്ടോ ഇളക്കണത്. അപ്പോൾ ഇളക്കി ഏകദേശം ചൂടൊക്കെ പോയപ്പോൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് ഞാൻ തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ട. അപ്പോൾ നമ്മുടെ ചമ്മന്തി സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. ഈ ചമ്മന്തി കൂട്ടിയിട്ട് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വേറെ കറി എന്ന് പറഞ്ഞാൽ നല്ല പുളിയും എരിവും ഉപ്പൊക്കെ ഉള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. സാധാ നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് ചമ്മന്തി കൂട്ടി കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആട്ടോ. പിന്നെ നമ്മൾ ചട്നി ആട്ടോ, കുറച്ച് നാളികേരം പച്ചമുളക് ഞാൻ ചട്നി അരച്ചാൽ നേരോട് ചട്നി അരച്ചു കൊടുന്നു. അപ്പോൾ ഇനി ഞാൻ കുണുക്കനെ കൊണ്ടാക്കാൻ പോകട്ടെ. അങ്ങനെ 2024 ആദ്യമായിട്ട് കുണുക്ക് സ്കൂളിൽ പോകുന്നു. കുണുക്ക സ്കൂളിൽ പോലെ മാഗി കഴിച്ച് ഉച്ചയാകുമ്പോൾ അമ്മ കൊണ്ടുവരാൻ വരും കേട്ടോ. കഴിച്ച ശേഷം അമ്മ കൊണ്ടുവരാൻ വരും. ഫുള്ള് കഴിക്കണം കേട്ടോ. ഓക്കെ നിയമം ലംഘിക്കാൻ പാടില്ല. ഞാൻ ശരിക്കും എപ്പോഴും നിയമം തെറ്റിച്ചാൽ പിഴ, കനത്ത പിഴ. അല്ല കൊടുക്കാം. നിനക്ക് എന്തൊക്കെ വേനിക്കണമെന്ന് കൃത്യമായിട്ട് ലിസ്റ്റ് എനിക്ക് കിട്ടുന്ന. അപ്പൊ ഞാൻ കുണുക്കനെ കൊണ്ടാക്കാൻ പോവാണ്. കുണുക്കനെ ഉണ്ടാക്കിയിട്ട് ഒരു പരിപാടി ഉണ്ട്, അതുകൊണ്ടായിട്ട് എല്ലാവരും കൂടി വണ്ടിയിൽ കയറിക്കുന്നത്. 3 ആളില്ല, ബാക്കി എല്ലാവരും വണ്ടിയിലുണ്ട്. തുളസി കതിമല്ലിയെടുത്ത് കുണുക്കനെ ഉണ്ടാക്കി ഞാൻ ഒരു കൊറിയർ മേടിക്കാണ്ടായിരുന്നു, അത് മേടിച്ചു. പിന്നെ മിക്സി കേടായത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ശരിയാക്കാൻ അത് മേടിച്ചു. ഇപ്പം ഞങ്ങൾ എന്നെ വൈകി ഒരു ചായ കാലി ചായ കുടിക്കാറുണ്ട്. പക്ഷെ കുണിക്ക് കാലി ചായ വേണ്ട, കുണിക്ക് വലിയ ഇളനീര് മതിത്തണം. കുണിക്ക് ഒരു ഇളനീര് മേടിച്ചിട്ടുണ്ട്. ചായ മേടിച്ചിട്ടുണ്ട്, ചായ കൊണ്ടിട്ടുണ്ട്. വീട്ടിൽ ദോശമാവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പോയി ഉണ്ടാക്കി വേണ്ട ചായ കുടിക്കാതെ വെച്ചു. എന്തായാലും ഒരു പരിപ്പട ഏയ് എൻ്റെ ദോശയുണ്ട്, അവർക്ക് വേണ്ട. ഇതച്ഛൻ്റെ വിത്തൗട്ട കൈ ചൂടെടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിത് കുടുക്കനൊക്കെ കൊണ്ടാക്കി വന്നു. ഞങ്ങള് ചായ പരിപ്പട കുടിച്ചുട്ടാ. ഉണ്ട മേടിച്ചോണ്ട് വെച്ചിട്ടുണ്ട്, നോക്കണ്ട പരിപ്പട മേടിച്ചോണ്ട്. ഉണ്ടെല്ലാം ഇഷ്ടാ. എനിക്ക് പരിപ്പട ഇഷ്ടമാണല്ലോ, സമൂസ ഇഷ്ടമാണല്ലോ. ഇപ്പൊ ദോശ മേടിച്ചോണ്ടറിയാം. അപ്പൊ ഉണ്ടിയും മേടിച്ചോടുന്നില്ല സാറാ. 2 കുറവ് മേടിക്കണ്ട. ഞാൻ നെയ്യ് എടുത്തോണ്ട് ചേട്ടാ. ഈ ദോശക്ക് മെയിൻ ആവശ്യം എന്താണ്? നെയ്യ്. നെയ്യ് ഇതെന്റെ ലേഖ്യത്തിനുള്ള നെയ്യാണല്ലോ. എനിക്ക് ലേഖ്യണ്ടാക്കിയാലേ ഇവിടെ നാളികേരക്കൊന്നും ശരിക്കും കൊടുത്തൂടെ? കളർഫുൾ ആൻഡ് പവർഫുൾ. ആ ചുറ്റനെ ചുറ്റി കണ്ടോ? അതെ, പൊട്ടി കഴിഞ്ഞ കണ്ണിട്ടതായി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അമ്മയ്ക്ക് ഓർമ്മയുണ്ടാ? ചമ്മന്തി ഉണ്ട്. ക്യാമറ നേരെ പിടിക്കും. ക്യാമറമാൻ കറക്റ്റ് ക്യാമറ ഫോക്കസ് ആവേണ്ടതാണ് കേട്ടോ. എനിക്ക് നല്ലൊരു ആയിക്കോട്ടെ. തന്നെ ശരിയായില്ല കേട്ടോ. ഞാൻ ആ മീനോട് തണുക്കാൻ വെള്ളം ഇതാവാൻ വെച്ചപ്പോ നീ പുറത്തേക്ക് ഇട്ട് വെച്ചു. ഞാൻ ഡ്രസ് കൈകൊണ്ട് കഴുകണ്ടായിരുന്നു. അതിന് അവിടെ വെള്ളാവില്ലേ, ഒലിക്കില്ലേ? ഇറക്കിച്ചോളാം.
കഴിച്ചോക്കാൻ തോന്നുന്നുണ്ട്. ആ ചമ്മന്തി ടേസ്റ്റ് ഉണ്ടോ നോട്ടെ. ചമ്മന്തി പുളിയും ഇത് മാത്രമേ ചേച്ചി. ഏട്ടാ നീ എല്ലാതും ഇങ്ങനെ പറയോ. ഇത് മുളകുണ്ടാ? മുളകില്ല, കല്ലിൽ കറി മുളക് ഇട്ടതിൻ്റെ കടിക്ക പൊടിച്ചത് മേടിച്ചിട്ടുണ്ട്. ഒന്നും പൊത്തിയിട്ടില്ലെങ്കിലേ അമ്മ ടാറിങ്ങിന്റെ ആണ് കിട്ടിയാ കിട്ടി. ആവശ്യമുള്ളതല്ല, ഡോണ്ട് വരി. കഴിഞ്ഞ എന്നോട്ട് കഴിക്കല്ലേ. ചൂടാ മേശമ്പോ കൊണ്ട് ഒരു മേശമ്പോ ഉണ്ടാക്കി നീ കൊണ്ടുനടക്കാം. ചൂടാ അത്ര ചൂടൊന്നുമില്ല, കഴിക്കേ. ചൂടാന്ന് അപ്പൊ കിടക്ക് നടക്ക്. ചൂടാ വർദ്ധിക്ക മോഡൽ കുഞ്ഞ. ഇല്ല, നടന്നു വരുമ്പോ ചേട്ടണ്ടായിരുന്നു. അങ്ങനെയല്ല കാത്ത മൂത്രയിക്ക്. എനിക്ക് ബാക്കി കഴിച്ചോക്ക. അത് ഇതാക്കിയ ഇനി അത് കുപ്പിയിൽ കഴിക്കണം. സൂപ്പർ. എരിവ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വേറെ ഒന്നും വേണ്ട. ഒരു വാഴ കഴിച്ചോക്കടേ. ഷൂ നോക്കിയേ, യമ്മിയാണ് യമ്മി. നിക്ക് നിക്ക്. എങ്ങനെയാ വിളിക്ക? അല്ല യമ്മി സൂപ്പർ. എന്നിട്ട് പാത്തിന് ആയോ ഒന്നും കൂടി വായും കൂടി ഒരു വായും കൂടി കുഞ്ഞിനെ കൊടുക്കട്ടെ. ഇല്ല, മേളിൽ വെച്ച് കൊത്തല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ പിടിച്ചിട്ട് അതിപ്പോ എരിവില്ല. അത് മരിയാന് വേണ്ടിട്ട് മരി അത്ര കൊറേ എരിവിട്ടോളം പറഞ്ഞാൽ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ. എന്നെ ഇവിടെ ഇട്ട് വേദനിപ്പിക്കുന്നു. അമ്മ അടുത്ത റെഡി ആയിക്കാ. പിന്നെന്താ, കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണം. വെച്ചാൽ ഭയങ്കര ക്ഷീണം, തലവേദന. എനിക്ക് സ്റ്റീറോയിഡിൻ്റെ ഭയങ്കര ക്ഷീണം. അങ്ങനെ എന്താ പറയുക, ഞാൻ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയുണ്ട്. പണിയെടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നും ഹെൽത്തൊക്കെയാണ്. പക്ഷെ ചുമ്മാതാ, ഹെൽത്തൊന്നും ഓക്കെയല്ല, വയ്യ, തീരെ വയ്യ. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് 10 രൂപ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി എനിക്ക് വീഡിയോ എടുക്കുക, പോസ്റ്റ് ചെയ്യുക, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തിരുവാതിരയ്ക്ക് ഇവർക്ക്
കൂവ കുറുക്കി കൊടുത്തില്ല എന്നുള്ള പരാതി ഉണ്ട് കേട്ടോ. തിരുവാതിരയായിട്ട് അമ്മ കൂവ കുറുക്കിയെന്നില്ല. അന്ന് എന്തോ കാരണവശാൽ ഞങ്ങൾക്ക് കുറുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ ഞാൻ കൂവയൊക്കെ മേടിച്ചു കൊണ്ടു കുറുക്കിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്പം എല്ലാവർക്കും വിശക്കേണ്ട നേരമായിപ്പോൾ ഒരു 7 മണിക്ക് സമയമായി. ഇപ്പം എല്ലാവർക്കും വിശക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഞാൻ കറിയൊന്നും വെച്ചില്ല. ഇന്നലത്തെ സാമ്പാറും ഉണക്കലൊക്കെ വറുത്ത് കൂട്ടി എല്ലാവരും ചോറിട്ടു കേട്ടോ. അപ്പം എന്ന് ചോദിച്ചു ഒരു 7 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ തരി കൂവ കുറുക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് കൂവ കൊടുക്കാം. ഓക്കെ, പിന്നെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മുടെ കൂവയ്ക്ക് ആവശ്യം നാളികേരം. ഒരു നാളികേരം എടുക്കുക. പോലെ അപ്പം വേറെ അവിടെ നിന്ന് ഓടി വരുന്നുണ്ട്. ഞാൻ വരാം. നാളികേരം ഉടക്കണ്ടെന്നിട്ട് ഞാൻ ഉടച്ചു വിട്ടാണ്. ഇന്നത്തെ പണികളൊക്കെ അതിനേട്ടനെ ചെയ്തിട്ട് രാവിലത്തെ പണി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉച്ചത്തെ പണിയൊക്കെ ഞാനേ ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് വെളിവ് എൻ്റെ ഞാൻ ചെയ്തോളാന്നുണ്ട്. ഞാൻ ചെയ്തേക്കാം. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്യണ്ടേ? അവിടെ വെക്ക്. അവിടെ വെക്ക്. ഞാൻ ശസ്ത്രക്കാരനാ. ഒരു മിനിറ്റ് അവിടെ വെക്ക്. അവിടെ വെക്കാൻ ഞാൻ ചെയ്തോളാം. അപ്പൊ നമ്മൾ ഈ ശർക്കര ഉരിക്കുന്നുണ്ട്. ചായ വേണ്ടല്ലോ? ചായ വേണം. ചായപാത്രം കാണാലേക്ക് വീഡിയോ കറക്റ്റ് എന്നെ കാണണ്ട തല കാണണ്ട. അപ്പോൾ നമ്മൾ കൂവ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയൊക്കെ നന്നായി ഉരുക്കുന്നുണ്ട്. ഓൾറെഡി ശർക്കര ഉരുക്കി നമ്മൾ ഫ്രിഡ്ജിൽ അരിച്ച് വെച്ചിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ അത് ഉരുക്കി ഒന്നുകൂടി ഒന്ന് ഉരുക്കിയെടുത്തു. പിന്നെ കൂവ ഞാൻ കുറച്ച് വെള്ളത്തിൽ നമുക്ക് അറിയാമല്ലോ കൂവ കലക്കി വെള്ളത്തിൽ കൂവ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അത് നന്നായി ഇളക്കിയിട്ടുണ്ട്. നമ്മൾ കൈ വിടാണ്ട് വേണം. കൂവ ഇളക്കുമ്പോൾ എപ്പോഴും കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഉണ്ട കുത്തി പോട്ടാ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഏലക്കൊന്നും പൊടിച്ചിട്ടുണ്ടില്ല കേട്ടോ. ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ കൂവ കുറുക്കിയായിരിക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല ജീരകമില്ലേ, നല്ല ജീരകം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്പിയിട്ടുണ്ട്. അപ്പോൾ മധുരം കുറച്ച് കുറവാന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ശർക്കര ഞങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഇട്ടിട്ട് എന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല കട്ടയായിട്ടിട്ട് ശർക്കര ഇരിക്കുന്നത് ഉരുക്കി അരിച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ടും നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ കയ്യിലുമത്തി അങ്ങനെ ഉരുക്കി ഒഴിച്ചു. അല്ലെങ്കിൽ അത് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കയ്യിൽ. പിന്നെ കുറച്ച് ജീരകം കേട്ടോ, ഒരു തരി ജീരകം കൈ കൊണ്ട് ഇങ്ങനെ നന്നായി തിരുമ്പിയിട്ടായിരിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ഇളക്കി വരുമ്പോൾ ഒരു പകുതി തളയൊക്കെ ഇങ്ങനെ ആവാറാവണോട് കൂടിയിട്ട് നമുക്ക് കുറേശ്ശെ നാളികേരം ആവശ്യത്തിന് നാളികേരം കേട്ടോ. നമ്മൾ ഒരുപാടുണ്ടെങ്കിൽ കുറേശ്ശെ ഇട്ട് നോക്കുക കേട്ടോ. അങ്ങനെ നാളികേരം ഇട്ടു. അപ്പോൾ അതിന് നാളികേരത്തിൽ തേങ്ങയുടെ നാരുകയുടെ പിടുത്ത് കളഞ്ഞതാണ് കേട്ടോ. വേറെ ഒന്നും ഇട്ടതൊന്നുമല്ല അതിൽ. അപ്പോൾ ഏകദേശം ഇങ്ങനെ തിളച്ച് വരുമ്പോഴാണ് അതിൻ്റെ കളർ പെട്ടെന്ന് മാറും കേട്ടോ. ഇത്ര ഒരു വൈറ്റ് നിറലായിരുന്നു. ഇപ്പോൾ കണ്ടോ മാറി ഒരു യെല്ലോ ഷെയ്ഡിലേക്ക് ആയിട്ട് കണ്ടോ നല്ലൊരു കളറായി. അപ്പോൾ ഇങ്ങനെ തിളച്ച് കുറച്ചുകൂടി നാളികേരം ഇട്ടു. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു കേട്ടോ. ശരിക്കും ഈ കൂവ കുറുക്കിയത് തണുപ്പ് വിടുമ്പോൾ അങ്ങനെ കട്ട പോലെ കേട്ടോ. അപ്പം നമ്മുടെ കൂവ കുറുക്കിയത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കഴിച്ചാലാ അതിങ്ങനെ പാത്രത്തിൽ ഒഴിച്ചിട്ട് ഊതി കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നമ്മളത് വെയിറ്റ് ചെയ്യാനൊക്കെയല്ലോ. ഇവിടെ പൊന്നിനും കുഞ്ഞിനൊക്കെ ഇത് ഇഷ്ടാട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരം കുറഞ്ഞൊന്നും അച്ഛനധികം മധുരം പാടില്ല, മക്കൾക്ക് മധുരം വേണം. ഞാനൊരു ഏകദേശം ഒരു
പകുതിക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഓവറുമില്ല കുറവില്ലാത്ത നിലയ്ക്ക്. സിറ്റൗട്ടിലേക്ക് പോയല്ലേ, ചായ കൂടി എടുത്തിട്ട് വരാം. ചായ ആയിട്ട് വേണ്ടി വരുമോ? ഊതിയിട്ട് പരീക്ഷിക്കട്ടെ, ഊതി കഴിക്കേ. ഉണക്ക വാടാ. മധുരം എന്തായി? അതിന് പാകം. അപ്പൊ പിള്ളേർ കുറവ് ചൂടല്ലേ, ചൂടല്ലേ, കുറവുണ്ടല്ലേ, രസമുണ്ട്. കണ്ട ഞാൻ പറഞ്ഞേ ചൂട് ഇങ്ങനെ 6 മണിട്ടാ കഴിച്ചോന്ന്. അപ്പൊ എന്നെ വിശ്വസിച്ചിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് എന്റെ വീട്ടിലെ സ്ഥിരം 7 മണിയാകുമ്പോ ഇങ്ങനെ എന്തെങ്കിലും കുറുക്കുണ്ട്. അല്ലെങ്കിൽ തന്നെ ഉണ്ടാക്കും, അരിപ്പൊടി എടുത്ത് മുറുക്കും. കൂവ ഇതൊക്കെ അമ്മ പാലക്കാട്ടിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ചേച്ചിമാര് എൻ്റെ ഹോട്ടലിലേക്ക് വന്നിരുന്നില്ലേ, കൂവയും കഞ്ഞിമരം അങ്ങനെ ചേച്ചിമാര് കൊണ്ടുമ്പോ അമ്മ മേടിച്ചിങ്ങനെ എടുത്തേക്കും. ഞാൻ എല്ലാ സമയത്തും കൂവയും കഞ്ഞിമരം നോക്കി കഴിക്കും. അല്ലാണ്ട് ഇത് തിരുവാതിരയ്ക്ക് മാത്രം അങ്ങനെ ഒന്നല്ല. നല്ല കൂവപ്പൊടി ഒന്നുമില്ല, ആ കൂവയുടെ ഒരു മണം ഉണ്ട് അല്ലേ. ചിലയിടത്ത് കളിക്കുമ്പോൾ ആ കൂവയുടെ മണം ഉണ്ടാവില്ല. ഇത് ഇവര് അടിച്ചാണോ നമ്മൾ അടിച്ചാണോ അറിയില്ല. ഇവരാണെങ്കിൽ പ്രിയ എന്ന പോലെ. ഞാൻ ഒന്ന് പോയപ്പോ പറഞ്ഞു മോളുണ്ടായിരുന്നു കടയില്, ഇങ്ങനെ പ്രിയ പോയത്. അത് കഴിക്കില്ല, ശരി കഴിക്കില്ല. കൂവയാ അതാ 2 ടീസ്പൂണൊക്കെ ഇട്ട് പറഞ്ഞു കഴിക്കാറുണ്ട്. ശർക്കര നിറയില്ല എന്നുള്ള കേട്ടോ, പക്ഷെ മധുരമുണ്ട്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ അല്ലേ കേട്ടാ. ഒരു ബൈ പറഞ്ഞു, ബൈ.